സ്നേഹമുള്ളവരെ, തൻ്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ മനസ്സിനിണങ്ങിയ വ്യക്തിയായിരുന്നു മോശ. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 17 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. മോശയെക്കുറിച്ച് ദൈവം ഇഷ്ടത്തോടെ പറഞ്ഞ വചനങ്ങൾ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, അദ്ദേഹം ദൈവപ്രീതിക്ക് ഇണങ്ങിയവനായിരുന്നു, ദൈവത്തിൻ്റെ മനസ്സിന് ചേർന്നവനായിരുന്നുവെന്ന്. ഇന്നിൻ്റെ യുഗത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യപ്രീതിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന പല വ്യക്തികളെയും നമുക്ക് കാണാം. ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒരു ചാൺ കയറിലോ ഒരൗൺസ് വിഷത്തിലോ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യമക്കളെ നാം കാണുന്നുണ്ട്. ആഗ്രഹിച്ചവരിൽ നിന്ന് സ്നേഹവും പരിഗണനയും ലഭിക്കാതെ വരുമ്പോൾ വിദ്വേഷത്തോടെ അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. ഇത്തരുണത്തിൽ ദൈവത്തിൻ്റെ പ്രീതിയും സ്നേഹവുമാണ് വലുതെന്ന് മനസ്സിലാക്കി മാനുഷിക ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും പരിഗണനയും നിസ്സാരമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം. ഒരിക്കലും തീരാത്ത സ്നേഹത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം. വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയവരായി നമുക്ക് ജീവിക്കാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.